ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മുമ്പിൽ വരാനുണ്ടായ കാരണമെന്ന് പറയുന്നത് കേട്ടറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുതിയ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ സുപ്രീം കോടതിയുടെ പുതിയ വിധി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേട്ടറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഒരു ഉത്തരവ് കഴിഞ്ഞ ദിവസം 1/1/2026 ഈ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഇത് പ്രകാരം പറയുന്ന കാര്യങ്ങൾ കേട്ടറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കേട്ടറ്റ് കിട്ടാത്ത കുറേ ആളുകൾ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് കേട്ടിട്ട് നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ കൂടി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്ന സമയത്ത് സർവീസിലുള്ള അധ്യാപകർക്ക് പോലും നിർബന്ധമായി കേട്ടിട്ട് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ അധ്യാപകരും അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയൊരു അപ്ഡേഷൻ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ ദിവസം ഇറക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പ്രകാരം പറയുന്നത് എന്താണ് പറഞ്ഞത്, കേട്ടറ്റ് യോഗ്യതയുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളുടെ അധ്യാപക നിയമനവും സ്ഥാനക്കയറ്റവും ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഇത് പ്രകാരം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് കാറ്റഗറി 1, കാറ്റഗറി 2 ഈ രണ്ട് കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ ഉണ്ടെങ്കിൽ LPSA ആയിട്ടും അല്ലെങ്കിൽ LPST ആയിട്ടും UPST ആയിട്ടും നമുക്ക് പരിഗണിക്കാം എന്നുള്ളതാണ് ആദ്യത്തെ ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ കാറ്റഗറി 3 ഉണ്ടെങ്കിൽ മാത്രമേ ഹൈസ്കൂളിലേക്ക് പരിഗണിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഹൈസ്കൂളിലുള്ള ഭാഷാധ്യാപകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കാറ്റഗറി 3 ഉണ്ടെങ്കിൽ കാറ്റഗറി 4ൻ്റെ ആവശ്യം ഇല്ല എന്നും ഈ ഒരു ഉത്തരവിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് പല ആളുകൾക്കും വളരെ ടെൻഷൻ അടിപ്പിക്കുന്നതുമായ ഒരു ഭാഗം എന്ന് വേണമെങ്കിൽ പറയാവുന്നത് നെറ്റ്, സെറ്റ്, MPhil, PhD, M.Ed കഴിഞ്ഞ ആളുകൾക്ക് കേട്ടറ്റ് നേടുന്നതിൽ നിന്നും നേരത്തെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒഴിവാക്കിയത് റദ്ദാക്കിക്കൊണ്ട് പുതിയ ഉത്തരവിൽ പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇത് പ്രകാരം കാറ്റഗറി 1 മുതൽ കാറ്റഗറി 4 വരെ യോഗ്യത നേടുന്നത് MPhil ഉള്ളവർക്കോ അല്ലെങ്കിൽ സെറ്റ്, നെറ്റ് ഉള്ളവർക്ക് ആ ഒരു എക്സംഷൻ തന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട്. അതുപോലെ കേട്ടറ്റ് കാറ്റഗറി 3 യോഗ്യതയോടുകൂടി സർവീസിൽ തുടരുന്ന ഹൈസ്കൂൾ അധ്യാപകർ മാത്രമേ അധ്യാപക തസ്തികകളിലേക്കുള്ള സ്ഥാനക്കയറ്റം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഹൈസ്കൂളിൽ പ്രിൻസിപ്പളായിട്ടോ HM ആയിട്ടോ നമ്മൾ പ്രൊമോഷൻ ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടത് കാറ്റഗറി 3 നിർബന്ധമാണ്. അപ്പോൾ കാറ്റഗറി 3 ഉള്ള അധ്യാപകരെ മാത്രമേ പ്രൊമോഷന് പരിഗണിക്കുള്ളൂ എന്നുള്ളതാണ്. അതും സുപ്രീം കോടതിയിലെ നേരത്തെ വന്ന സെപ്റ്റംബർ 1-ാം തീയതി വന്നിരിക്കുന്ന ഉത്തരവിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പും നമുക്ക് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അതുപോലെ CTET പ്രൈമറി സ്റ്റേജ് പാസ്സായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കാറ്റഗറി 1 നിന്നും, അതുപോലെ തന്നെ CTET എലിമെൻ്ററി സ്റ്റേജ് പാസ്സായവരെ കാറ്റഗറി 2 നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ തസ്തികകൾ ഉണ്ടാകുന്ന ഒഴിവുകൾ ഹയർ സെക്കൻഡറിയിലേക്ക് നിലവിലെ രീതി തന്നെ തുടരാം എന്നുള്ള കാര്യം കൂടി അവർ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഹയർ സെക്കൻഡറിയിലേക്ക് നമ്മൾ കേട്ടറ്റിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വരില്ല, ഹൈസ്കൂൾ വരെ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ വളരെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ബൈ ട്രാൻസ്ഫർ പ്രൊമോഷനും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ HST ആണെങ്കിലും UPST ആണെങ്കിലും LPST ആണെങ്കിലും HST, UPST, LPST തസ്തികകളിൽ നിന്നും HSST ജൂനിയർ, HSST തസ്തികയിലേക്കുള്ള ബൈ ട്രാൻസ്ഫർ പ്രൊമോഷന് അതാത് കാറ്റഗറിയിലെ കേട്ടറ്റ് യോഗ്യതയും HSST ജൂനിയർ, HST തസ്തികയിലുള്ള യോഗ്യതയും നേടിയവരെ യഥാക്രമം പരിഗണിക്കേണ്ടതാണ് എന്നുകൂടി ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ HSST ജൂനിയർ തസ്തികയിലേക്കുള്ള യോഗ്യത നേടിയ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ മിനിസ്റ്റോറിയൽ സ്റ്റാഫിന്, അതുപോലെ ലാബ് അസിസ്റ്റന്റ് എന്നിവയുള്ള ആളുകൾക്ക് ബൈ ട്രാൻസ്ഫർ പ്രൊമോഷനിൽ നിലവിലെ രീതി പരിഗണിക്കാമെന്നും നമ്മൾ ഈ ഒരു ഉത്തരവിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മേൽ തീരുമാനങ്ങളെല്ലാം തന്നെ സുപ്രീം കോടതി
കോടതിയിൽ സർക്കാർ ഫയൽ ചെയ്യുന്ന റിവ്യൂ ഹർജിയുടെ അന്തിമ തീരുമാനത്തിന് വിധേയമായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു ഉത്തരവിൽ പറയുന്നത്. ഇത് ഗവർണറുടെ ഉത്തരവ് പ്രകാരമാണ് ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് കേട്ടറ്റ് ഇല്ലാത്ത അധ്യാപകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കേട്ടറ്റ് നേടിയെടുക്കാവുന്ന സംവിധാനങ്ങൾ ചെയ്യുക. കേട്ടറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു എക്സാം ആയിട്ട് ഒരിക്കലും നമ്മൾ കാണരുത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് നേടാവുന്ന രീതിയിൽ തന്നെ നമ്മളെ കൊണ്ട് കഴിയും എന്നുള്ള ചിന്താഗതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോകുക. കേട്ടറ്റ് എന്ന് പറയുന്നത് നമ്മൾ പലവരും പറഞ്ഞു കേൾക്കുന്ന സാവത്തെറ്റി കേട്ടിട്ട് ഒരു ബാലികേറാമലയൊന്നും അല്ല, നമ്മളെ കൊണ്ട് നേടാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ്. അതിപ്പോൾ കാറ്റഗറി 1 ആണെങ്കിലും 2 ആണെങ്കിലും 3 ആണെങ്കിലും കാറ്റഗറി 4 ആണെങ്കിലും ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകരെ കുറിച്ച് പറയുകയാണെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകർ എന്ന് പറയുന്നത് എന്താണോ നമ്മൾ പഠിപ്പിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും അതുപോലെ അതിൻ്റെ കുറച്ച് ഹയർ ആയിട്ടുള്ള കാര്യങ്ങളും ആയിരിക്കും അതിലേക്ക് വരിക. അതെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ള കോൺഫിഡൻസിൽ തന്നെ ഇരിക്കുക. ആ കോൺഫിഡൻസ് ഇരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ സ്വയം അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു എക്സാം കൂടിയായിട്ട് നമ്മളിത് കണക്കാക്കുക. അതിനുവേണ്ടി എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ സ്ഥിരമായിട്ട് ക്ലാസ് എടുക്കുന്ന അധ്യാപകരുണ്ടെങ്കിൽ കുറേ വർഷങ്ങളായി തുടർച്ചയായിട്ട് ഒരേ ക്ലാസ്സുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന അധ്യാപകരായിരിക്കും. ചിലപ്പോൾ അപ്പുറത്തെ ക്ലാസ്സുകളിൽ നടക്കുന്ന വിഷയങ്ങളെ കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ എന്തൊക്കെയാണെന്നുള്ള അറിയാത്ത അധ്യാപകരും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂൾ പാഠപുസ്തകത്തിന് വളരെ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് പഠിക്കുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നമ്മൾക്ക് ഈ കേട്ടറ്റിൻ്റെ സിലബസ് ആദ്യം നിങ്ങളൊന്ന് പ്രിൻ്റ് എടുത്ത് വയ്ക്കുക. പ്രിൻ്റ് എടുത്ത് വെച്ചുകൊണ്ട് അതിൽ ഓരോ ഭാഗങ്ങളും കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കുക. തീർച്ചയായും കേട്ടറ്റ് കിട്ടും. അതിനുള്ള സപ്പോർട്ടുമായിട്ട് ഞാനും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. ഓക്കെ, താങ്ക് യു.